വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ചകിരി പോലത്തെ മുടി ഒന്ന് സ്മൂത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാക്ക് ചില്ലറക്കാരനല്ല കേട്ടോ. അടിപൊളി റിസൾട്ട് ആയിരുന്ന ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ മുടി നല്ല ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ചണവിത്ത് എന്ന് പറയില്ലേ, നമ്മുടെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിക്ക് നമുക്ക് തിളപ്പിച്ചെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവട്ടെ, ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലാവും. അപ്പോൾ ഒന്ന് തിക്ക് കൺസിസ്റ്റൻസിയിലാവണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുക. എന്നിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ്. ചോറ് നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കുക. എൻ്റെത് നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെയർ നല്ല സ്മൂത്താക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് കേട്ടോ. കറ്റാർ വാഴ നാച്ചുറലായിട്ട് ഉള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനൊരു കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതിയാണ് എൻ്റെ ഹെയറിന് ആവശ്യം ഉണ്ടാവുക. അപ്പോൾ അത്രയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹെയറിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് തൈരാണ്. അപ്പോൾ തൈര് നമ്മൾ അറിയാലോ, നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും താരം പോകാൻ വേണ്ടിയിട്ടും മുടി പൊട്ടി പോകുന്ന തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്രയും ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മിക്സിയിൽ നല്ല രീതിക്ക് നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ജെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജെല്ലിൽ ഫ്ലാക്സ് സീഡ് പെട്ടാലും കുഴപ്പമൊന്നുമില്ല. നല്ല രീതിക്ക് നമ്മൾ അരച്ചെടുക്കണതല്ലേ. അപ്പോൾ അതിൽ പെട്ടോളൂ, അത് കുഴപ്പമില്ല. അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നമ്മളുടെ കറ്റാർ വാഴയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചോറും കറ്റാർ വാഴയുടെ ജെല്ലും ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതാ നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രപ്പഴം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല രീതിക്ക് തന്നെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. ഇതിന് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാവണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ലൂസ് ആവരുത്, ഇങ്ങനത്തെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാവണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തുണി ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലല്ലേ. അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരിച്ചെടുത്തോളാം. ഞാനിപ്പോൾ അരിച്ചെടുക്കാണ്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്കൊന്നും കൂടി റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേറ്റ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എൻ്റെ അത്രയും ഡ്രൈ ഹെയർ ആയ കാരണമാണ് ഞാൻ അല്പം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. അതൊരല്പം മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ അതിൻ്റെ തലേ ദിവസം ഞാൻ ഹെയർ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഷാമ്പും കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഇടാനായിട്ട് മുന്നേ തന്നെ ഷാമ്പും കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ട്, ഹെയർ നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഹെയറിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മുന്നേ തന്നെ ഷാമ്പു കണ്ടീഷണറൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ലെയർ ആയിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിച്ചിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെറുതായി താഴത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ലെയർ ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ജലദോഷം ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, തണവ് തട്ടിക്കഴിഞ്ഞാൽ ജലദോഷം ഉണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ നിന്ന് അപ്ലൈ ചെയ്യാണ്ട കേട്ടോ. നമ്മൾ ഹെയർ സ്മൂത്തൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ട. നമ്മൾ സ്കാൽപ്പ് ആ ഭാഗം വിട്ടതിന് ശേഷം ഹെയറിൽ ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കറ്റാർ വാഴയൊക്കെ ഉള്ളതല്ലേ, കറ്റാർ വാഴയും തൈരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അത് തണവായിരിക്കും. അപ്പോൾ നമ്മുടെ ഹെയറിന് ചിലർക്ക് അത് അലർജിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതെ ബാക്കിയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ഭാഗം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുകളിൽ മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മളുടെ ഹെയറിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ ഹെയറിൽ ഫുള്ളായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ 2 ഭാഗത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പും കണ്ടീഷണറും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഒരു നനവോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല റിസൾട്ട് തന്നെയായിരിക്കും. നമ്മൾ മുടിയൊക്കെ വാഷ് ചെയ്തിട്ടുള്ള ഒരു നനവില്ലേ, ആ ഒരു നനവോട് കൂടിയിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വയ്ക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല റിസൾട്ട് തന്നെയായിരിക്കും. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതേ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഹെയർ കെട്ടി വെക്കേണ്ട കേട്ടോ. എന്നെപ്പോലെ ചുരുൻ്റെ ഹെയറൊക്കെ ഒന്ന് നീവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പരത്തിയിട്ടേക്കുക. മറ്റേ നമ്മൾ കെട്ടി വെച്ച ആ ഒരു ഷേപ്പിനൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് ചുരുണ്ടിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ പരത്തിയിടുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഹെയറിൽ വെക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഇതൊന്ന് ഹെയർ ഡ്രൈ ആവണം. ഡ്രൈ ആയി കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പാർലറിലൊക്കെ പോയാലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ എന്ത് ക്രീം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യത്തിന് ടൈം എടുക്കും നമ്മൾ അതൊന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ആയതിനു ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കുക. എന്നിട്ട് ഒന്ന് നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമുള്ള റിസൾട്ടാണ് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. എൻ്റെ അത്രയും ഡ്രൈ ഹെയർ ആണ്. അപ്പോൾ ഇത്രയെങ്കിലും ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും ചകിരി പോലെ ഇരുന്ന മുടിയായിരുന്നു. ഇത് തൊടുമ്പോൾ തന്നെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. നമുക്ക് ഹെയർ കോംബ് ചെയ്യണ സമയത്തും ഒക്കെ തൊടുന്ന സമയത്തൊക്കെ അത് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നുള്ള ഹെയർ കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ഭയങ്കര ചകിരി പോലത്തെ മുടിയായിരുന്നു. അത് കുറച്ചെങ്കിലും ഒരു മാറ്റം, ചെറുതായിട്ടെങ്കിലും സ്മൂത്ത് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഇനാബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനലൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്കിൻ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലൊക്കെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.